ഹിജ്റ 9-ാം വർഷം. മദീനയിൽ കനത്ത വരൾച്ചയും കൊടിയ ചൂടും അലയടിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ജനങ്ങൾ വല്ലാതെ ക്ഷാമത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരിട്ടിരുന്ന വർഷമായിരുന്നു ഹിജ്റ 9. ഈ ക്ഷാമത്തെ നേരിടുകയും കനത്ത ചൂട് അവരെ വന്ന് ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോമൻ സൈന്യത്തെ നേരിടാൻ വേണ്ടി തബൂക്കിലേക്ക് പുറപ്പെടണം എന്ന് സ്വഹാബാക്കളോട് പറയുന്നത്. വലിയ ദാരിദ്ര്യം മുന്നിൽ അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിലും വലിയ ക്ഷാമം അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു കൽപ്പനയെ അവർ ധിക്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൽപ്പനയെ സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നുണ്ട്. ആ തബൂക്കിലേക്കുള്ളൊരു യാത്ര ഇന്നും നമുക്ക് ആലോചിച്ചാൽ അറിയാം. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് എത്ര മണിക്കൂറുകൾ കടന്നു പോകണമെന്ന്. കാൽനടയായും ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെയായി കനത്ത ചൂടിൽ അവർ ക്ലേശം സഹിച്ചുകൊണ്ട് തബൂക്കിലേക്ക് യാത്ര പുറപ്പെടുന്നുണ്ട്. ആ ഒരു യാത്രയെ അല്ലെങ്കിൽ ആ ഒരു സൈന്യത്തെ ജയ്ഷുൽ ഉസ്റ, ക്ലേശങ്ങളുടെ സൈന്യം എന്നുവരെ ചരിത്രത്തിൽ വിശേഷിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ആ തബൂക്കിലേക്ക് പുറപ്പെടുന്ന സൈന്യത്തെ ഒരുക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ പക്കലുള്ള സമ്പത്ത് നിങ്ങൾ കൊണ്ടുവരണം. ഇവിടെയാണ് നമ്മൾ ആവർത്തിച്ചു കേട്ടിട്ടുള്ള, ചരിത്രത്തിൽ ഏറെ നമ്മൾ ആവർത്തിച്ചു കേട്ടിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രമുള്ളത്. തന്റെ സമ്പത്തിന്റെ പകുതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിച്ചത്, ഞാൻ അബൂബക്കറിനെ പരാജയപ്പെടുത്തുമെന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തുമായി കടന്നു വരുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കറെ നിന്റെ വീട്ടിൽ ബാക്കി വെച്ചിരിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും സമാനമായി ചോദിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പ്രവാചകരെ, ഇത്രയുമേ എൻ്റെ പക്കലുള്ളൂ, എൻ്റെ സമ്പത്തിന്റെ പാതിയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, പ്രവാചകരെ, എൻ്റെ വീട്ടിൽ ഇനി അള്ളാഹുവും റസൂലും മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. ഈ സംഭവം നടക്കുന്നത് തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രയാസം സഹിച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വിശ്വാസികൾ പ്രയാസം സഹിച്ച്, ത്യാഗം സഹിച്ച്, ചൂടിനെ വകവെക്കാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ തബൂക്കിലേക്ക് നടന്നകലുമ്പോൾ അന്ന് മദീനയിലെ ചില മുനാഫിക്കുകളായ മനുഷ്യരുണ്ടായിരുന്നു, കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ അവരുടെ വാചകത്തെ എടുത്തുദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്. സൂറത്ത് തൗബയിലെ 81-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. വഖാലൂ, അവര് പറഞ്ഞു, മദീനയിലെ കപട വിശ്വാസികൾ പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർരി, ഈ ചൂടിൽ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടരുത്. ഈ ചൂട് കനത്തു നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു യാത്രയും പുറപ്പെടരുതേ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന മറുപടി, പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകാഗ്നിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കഠിനമായിട്ടുള്ളത്. ദുനിയാവിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൂടിനേക്കാളും നരകത്തിലെ ചൂടാണ് കേട്ടോ ഏറ്റവും അശദ്ധായിട്ടുള്ളത്, കഠിനമായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളോട് പിന്നീട് തബൂക്കിൽ നിന്ന് മടങ്ങി വന്ന ശേഷം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഒരു ചൂട് സാഹചര്യം നമ്മെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുമുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിലെ ഓരോ മാറ്റത്തിലും പാഠമുണ്ട്. ചൂട് മാറി മഴ വരുന്നു, മഴ മാറി ഒരു മിതമായ കാലാവസ്ഥയുണ്ടാകുന്നു, അത് മാറി തണുപ്പ് വരുന്നു, ആ തണുപ്പ് മാറി വീണ്ടും ചൂടിലേക്ക് കടന്നു വരുന്നു, കാലാവസ്ഥ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു വെച്ച പോലെ യുഖല്ലിബുല്ലാഹു ലൈല വന്നഹാർ, അള്ളാഹു രാത്രിയെയും പകലിനെയും ഇങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കും. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, അതിൽ ചിന്തിച്ചു മനസ്സിലാക്കുന്ന കണ്ണുള്ള ആളുകൾക്ക് അതിൽ ഗുണപാഠമുണ്ട്. അള്ളാഹു ഇങ്ങനെ രാത്രിയെയും പകലിനെയും മാറ്റി കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചു മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന്, ഗുണപാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ
ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചൂട് നമ്മെ വന്ന് ബാധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ യാത്രകളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തുന്നുണ്ട്. എന്തിനേറെ, കിടക്കുന്ന സ്ഥലം വരെ മാറ്റിയ ആളുകളുണ്ടാവും. ചൂട് കാരണത്താൽ യാത്രകൾ മാറ്റിവെക്കുന്നു. പുറത്തിറങ്ങുന്ന സമയത്തിൽ നമ്മൾ ചില മാറ്റങ്ങളുണ്ട്. കിടന്നുറങ്ങുന്ന സ്ഥലം പോലും മാറ്റിയ ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, സൂര്യനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കേവലം ഒരു ഫുട്ബോളിനോളം വലിപ്പത്തിലായിരിക്കും ശരാശരി നമുക്ക് കാണാൻ കഴിയുക. പക്ഷേ ആ സൂര്യനിൽ 13 ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി ഉണ്ട് എന്നാണ്. 13 ലക്ഷത്തോളം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി ആ സൂര്യനുണ്ട് എന്നാണ്. എന്നിട്ടും ആ സൂര്യനെ നമ്മൾ കാണുന്നത് ഒരു ഫുട്ബോളിന്റെ അത്ര വലുപ്പത്തിലാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ദൂരെയാണ് സൂര്യൻ, അത്രയും ദൂരെയാണ് സൂര്യൻ. എന്നിട്ടും ആ സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസങ്ങളില്ല. പുറത്തുനിന്ന് കടന്നു വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്രയും ദൂരെയുള്ള സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ വരുന്നൊരവസ്ഥ വരാനുണ്ട് പരലോകത്ത് നിന്ന്. ചൂടിനെ കുറിച്ച് പരിതപിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളുകളെ നമ്മൾ കാണുമ്പോൾ നല്ല ചൂടാണല്ലേ എന്ന് പറഞ്ഞിട്ടാണ് സംസാരങ്ങൾ തുടങ്ങുന്നത്. എന്ത് ചൂടാണല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ചില സംസാരങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, വിശ്വാസികൾ ആലോചിക്കേണ്ടത്, ഇത്രയും ദൂരെയുള്ള സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാത്ത നമ്മൾ, ഈ സൂര്യൻ ഒരു പക്ഷേ നമ്മുടെ തലക്ക് മുകളിൽ വരുന്ന പരലോകത്തെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. സൂര്യൻ അസ്തമിച്ചു പോയിട്ടും ഉഷ്ണം വിട്ടുമാറുന്നില്ല. നമ്മുടെ വീട്ടിലെ ഫാനുകൾക്ക് നമ്മെ തണുപ്പിക്കാൻ കഴിയുന്നില്ല. മുമ്പ് വിദേശ രാജ്യങ്ങളിലും GCC രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന ചൂടിനെ കുറിച്ച് വലിയ ആകാംക്ഷയോടുകൂടി സംസാരിച്ചിരുന്ന നമ്മൾ അതേ ചൂട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരും എന്ന കണക്കുകളാണ് പ്രിയപ്പെട്ടവരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് വേനൽ ചൂട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിനേക്കാൾ വലിയൊരു ചൂട് വരാനുണ്ടല്ലോ എന്ന് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ കാലത്തെക്കുറിച്ച്, സൂര്യനെ കുറിച്ച്, ചൂടിനെ കുറിച്ച്, ഒരു കാലാവസ്ഥയെക്കുറിച്ചും ഒന്ന് ശപിച്ചു പറയുക എന്നതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ചൂടിനെ കുറ്റം പറയാൻ പാടില്ല, ശപിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അനദ്ദഹ്റന, അള്ളാഹു പറഞ്ഞു, ഞാനാണ് കാലം, ലാ തസുബ്ബുദ്ദഹ്റ, അതുകൊണ്ട് കാലത്തെ ചീത്ത പറയരുതേന്ന്, കാലത്തെ ശപിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ചൂടിന്റെ പൂർത്തീകരണമാണ് നരകത്തിലെ ചൂട് എന്ന് പറഞ്ഞാൽ. നരകത്തെ പറ്റി നമ്മളൊക്കെ വെറും ഒരു തീ എന്നത് മാത്രമായിരിക്കും ചിലപ്പോ ആലോചിച്ചിട്ടുണ്ടാവുക. നരകമെന്ന് പറഞ്ഞാൽ, നരകത്തിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ തീയിലേക്ക് കയറി കടക്കുക എന്നാണ്. നമ്മളൊന്ന് ആലോചിച്ചു, ദുനിയാവിലെ ഒരു മെഴുകുതിരി വട്ടത്തിൽ ഒരു മെഴുകുതിരിയുടെ ചൂട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചൂടായിട്ട് കണക്കൂട്ടാൻ പറ്റുന്ന ഒന്നാണല്ലോ. ആ മെഴുകുതിരിയുടെ വെട്ടത്തിൽ, തീനാളത്തിൽ എത്ര സെക്കൻഡുകൾ നമ്മുടെ കൈകൾ വെക്കാൻ പറ്റും, എത്ര സെക്കൻഡുകൾ വെക്കാൻ നമുക്ക് പറ്റും. ഈ ദുനിയാവിലെ ചൂടിന്റെ 69 ഇരട്ടി ചൂടാന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു. നാറുക്കും ഹാദിഹിൽ ലദീ യൂഖിദു ബനു ആദം, ആദം സന്തതികൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീയുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന, നാം കത്തിക്കുന്ന തീയുണ്ടല്ലോ, ആ തീ എന്നത് ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തിലെ 70 ഒരു അംശം മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നരകത്തെ കുറിച്ചു തന്നെയാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത്. ദുനിയാവിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ഉപാധികൾ നമ്മുടെ മുന്നിലുണ്ട്, ഒരുപാട് ഉപാധികളുണ്ട്. നമ്മളൊരു യാത്ര പോകുമ്പോൾ ചൂട് ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തണല് കിട്ടിയാൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മൾ ചിന്തിക്കും, ഈ റോഡ് മുഴുവൻ ഇങ്ങനെയായിരുന്നെങ്കിൽ, മരത്തണൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോയേക്കാം. ഈ ചൂട് നമ്മെ, ദാഹം നമ്മുടെ ശരീരത്തിലേക്ക് തരുമ്പോൾ, നല്ലൊരു തണുത്ത ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നന്നായി ഒന്ന് മഴ പെയ്താൽ എല്ലാ ചൂടിനും അവിടെ ശമനമാകുന്നു എന്ന്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, വിയർത്തൊലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു തണുത്ത കാറ്റ് വീശിയാൽ കിട്ടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ചുരുക്കത്തിൽ ദുനിയാവിലെ ചൂടിന് പരിഹാരമുണ്ട്. പുറത്ത് നല്ല ചൂടാണ്, നമ്മുടെ പള്ളിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആരും കൈമിന്നിക്കൊണ്ടിരിക്കുന്നില്ല. ചൂടില്ലാതെ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പുറത്ത് ചൂടാണ്, ആ ചൂടിനെ തടുക്കാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട് ദുനിയാവിൽ. പക്ഷേ നരകത്തിലെ ചൂടിനെ തടുക്കാൻ പ്രിയപ്പെട്ടവര് ഒരു സംവിധാനവും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നരകത്തിൽ ഒരു തണലിനെ പറ്റി പറയുന്നത്. ദുനിയാവിൽ ഒരു യാത്രക്കിടയിൽ കനത്ത വെയിലിൽ, വേനൽ ചൂടിൽ ഒരു തണല് കിട്ടിയാൽ എന്തൊരു ആശ്വാസമായിരിക്കും.
നരകത്തിലും തണലുണ്ടെന്ന് പറയുന്നു. ഇൻതലിഖു ഇലാ ദില്ലിൻ ദീ തലാത്തി ശുഅബ്, നരകത്തിലെ 3 ശാഖകളുള്ള ഒരു തണലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക, നരകത്തിലെ തണലിലേക്ക് പോയിക്കൊള്ളുക. എന്നിട്ട് ആ തണലിനെ കുറിച്ച് പറയാൻ, ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്, അതൊരിക്കലും നിനക്ക് തണല് നൽകുന്നതേയല്ല, അത് തീജ്വാലയിൽ നിന്ന് നിനക്കൊരു രക്ഷയും നൽകുന്നതല്ല. സൂറത്തുൽ മുർസലാത്തിൽ ഇങ്ങനെ പറയണം, നരകത്തിൽ തണലുണ്ട്, അങ്ങോട്ട് പോയിക്കൊള്ളുക, പക്ഷെ നിനക്ക് തണല് കിട്ടൂല കേട്ടോ എന്ന്. ദുനിയാവിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ തണലുണ്ട് എന്ന്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ വീണ്ടും സംസാരിക്കുന്നു, ദുനിയാവിൽ ഒരു ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തണുത്ത കാറ്റ് വീശിയാൽ എന്തൊരു ആശ്വാസമായിരിക്കും. നരകത്തിലെ കാറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫീ സമൂമിൻ വഹമീം, അത്യുഷ്ണമുള്ള കാറ്റാണ്, തിളച്ച വെള്ളത്തിലുമായിരിക്കും അവർ. നരകത്തിൽ എത്തിപ്പെട്ടാലേ അതികഠിനമായ അത്യുഷ്ണമുള്ള കാറ്റായിരിക്കുന്ന, തിളച്ചുമറിയുന്ന വെള്ളമാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തെക്കുറിച്ച് വീണ്ടും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, ഹമീമിൽ നിന്നായിരിക്കും അവര് കുടിക്കുക. നരകത്തിലെ ആളുകൾ ചുട്ടു തിളക്കുന്ന വെള്ളത്തിനാണ് ഹമീം എന്ന് പറയാ. എന്നിട്ടോ ഫശാരിബൂന ശുർബൽ ഹീം, കടുത്ത ദാഹമുള്ള ഒട്ടകങ്ങൾ വെള്ളം കുടിക്കുന്നത് പോലെ അവരാ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അതവർക്കൊരു ശമനവും നൽകൂല, ഒരു ദാഹത്തിനൊരു മാറ്റം ഉണ്ടാക്കൂല, അവർക്കൊരു പോഷണവും നൽകൂല. നരകത്തിലെ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത്. ദുനിയാവിൽ ചൂട് അനുഭവിച്ചാൽ, ദാഹിച്ചു വലഞ്ഞാൽ പരിഹാരങ്ങളുണ്ട് എന്നാണ്, പരിഹാരങ്ങളുണ്ട്, സന്തോഷത്തിന് വകയുണ്ട് എന്നാണ്. മാത്രമല്ല നരകത്തിലെ കിടപ്പാടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ചൂടൊക്കെ അനുഭവിച്ച് വീട്ടിലെത്തിയാൽ നമ്മൾ ആലോചിക്കുക, എൻ്റെ റൂമിലെ ഫാനിന്റെ ചുവട്ടിലൊന്ന് കിടക്കാം, ആ AC ഓണാക്കിയിട്ടൊന്ന് ഓഫീസിലേക്ക് ഇരിക്കാം, പള്ളിയിലേക്ക് കടന്നു ചെന്നാൽ ചൂടുണ്ടാവില്ലല്ലോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകാറില്ലേ? നോക്കൂ നിങ്ങൾ, അവിടെ നരകത്തെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ അഅറാഫിലെ 41-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്, ലഹും മിൻ ജഹന്നമ മിഹാദ്, ആ നരകത്തിൽ അവർക്കൊരു സങ്കേതമുണ്ട്. വമിൻ ഫൗഖിഹിം വഹാഷ്, അവരുടെ മുകളിൽ പുതപ്പുകളുണ്ട്, നരകം കൊണ്ടുള്ള പുതപ്പുകളും തൊട്ടിലുകളും അവർക്കുണ്ട്. വകദാലിക നജ്സിൽ ളാലിമീൻ, ഇപ്രകാരമാകുന്നു അക്രമികളായിട്ടുള്ള ആളുകൾക്ക് പ്രതിഫലം നൽകുന്നത്. നരകത്തിലെ കിടപ്പാടത്തെ കുറിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. നരകത്തിലെ ചില പുതപ്പുകളുണ്ട്, നരകം കൊണ്ടുള്ള മെത്തകളുണ്ട് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ ഇത് എന്തിനാ സംസാരിച്ചത്? എത്രയെത്ര ആയത്തുകളിലുണ്ട്. വളരെ ചുരുക്കം ചില ആയത്തുകളല്ലേ ഓർമ്മപ്പെടുത്തിയത്. നരകത്തിലെ വെള്ളത്തെക്കുറിച്ച്, തണലിനെ കുറിച്ച്, കാറ്റിനെ കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്. ചില ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ തൊണ്ടക്കുഴിയിലൂടെ പുറത്തേക്ക് വരും, അതങ്ങ് വയറ്റിലേക്ക് എത്തൂല. നരകത്തിലെ കിടപ്പാടത്തെ കുറിച്ച് എന്തിന് വിശുദ്ധ ഖുർആൻ ഇത് സംസാരിച്ചു എന്നാണ്? നമ്മെ ഭയപ്പെടുത്തി നിൽക്കാനല്ല, നമ്മെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നോക്കൂ നിങ്ങൾ, ഇതിന്റെ അവസാനത്തിൽ ചേർത്ത് പറയുന്നുണ്ട്, ഈ ദുനിയാവിലെ ചൂട് നമ്മളെല്ലാവരും അനുഭവിക്കും. ഒരാൾ 5 നേരം നമസ്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് അയാൾക്ക് കുറച്ച് ചൂട് കുറച്ച് കിട്ടുക ഇല്ല. ദുനിയാവിലൊരു ഓപ്ഷനും ഇല്ല. അതെല്ലാവരും അനുഭവിക്കേണ്ട ചൂടാണ്. ഒരു നാട്ടിലെ ചൂട് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. പക്ഷെ നരകത്തിലെ ചൂട് അങ്ങനെയല്ല, എല്ലാവരും അനുഭവിക്കേണ്ടി വരില്ല എന്നാണ്. അത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് അക്രമികളായിട്ട് ആളുകൾക്കുള്ള ഉള്ളതാണെന്ന്, ളാലിമീങ്ങൾക്കുള്ളതാണെന്ന്. അക്രമം പ്രവർത്തിച്ചവരാരുണ്ടോ അവരാണ് നരകത്തിന്റെ ചൂട് അനുഭവിക്കേണ്ടത് എന്ന്. നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം തന്നെയാണല്ലോ, പക്ഷെ അത് ആർക്കുള്ളതാണ്? അക്രമികളായിട്ടുള്ള ആളുകളാണ്. ആ അക്രമികളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. സൂറത്തുൽ ഇൻസാൻ വിശുദ്ധ ഖുർആനിലെ 76-ാമത്തെ അധ്യായമാണ്. ദഹ്ർ എന്നൊരു പേര് കൂടിയുണ്ട്. മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച്, ഒന്നുമല്ലാതിരുന്നൊരവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച്, ലം യകുൻ ശൈഅൻ മദ്കൂറ, പേര് പറയാൻ പോലും ഒന്നുമല്ലാതിരുന്നൊരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിൽ ആ സൂറത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ദുനിയാവിലെ വിവിധ സാഹചര്യങ്ങൾ അവന് കൊടുത്തു, എന്നിട്ട് അവനെ പരീക്ഷിക്കുകയാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറ, അവന് കേൾവിയും അതേപോലെ തന്നെ ഉൾക്കാഴ്ചയൊക്കെ നൽകി. എന്നിട്ടോ നബ്തലീഹി, അവനെ പരീക്ഷിക്കാൻ, നമ്മെ പരീക്ഷിക്കുകയാണ്. എന്നിട്ടോ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, ഒരു വഴി അല്ലാഹു നമ്മുടെ മുന്നിൽ ഇങ്ങനെ വെച്ചു തരികയാണ്, മനുഷ്യന്റെ മുന്നിൽ. എന്നിട്ട് അവന് വേണമെങ്കിൽ നിഷേധിയായി പോകാം, അതല്ല നന്ദി കാണിക്കുന്നവനായി മാറാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാനിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതറിയോ, നന്ദിയുള്ള ആളുകളെ അബ്റാർ എന്ന് വിളിക്കുന്നുണ്ട്, പുണ്യവാന്മാരെന്ന് വിളിക്കുന്നുണ്ട്.
പുണ്യവാന്മാരായ ആളുകൾ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് ചേർത്ത് പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാനിൽ നമ്മൾ ഓതിപ്പോകുമ്പോൾ. യൂഫൂന ബിന്നദിരി, അവര് കരാറുകൾ നിർവഹിക്കുന്നവരാണ്, നിറവേറ്റുന്നവരാണ്. അള്ളാഹുവിനോടുള്ള കരാറുകൾ അവർ പാലിക്കുന്നവരാണ്, നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ്. മാത്രമല്ല രണ്ടാമതായിട്ട് പരലോകത്തെ ഭയപ്പെടുന്നവരാണ്. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അവര് പരലോകത്തെ ഭയപ്പെടുന്നതാണ്, അന്ത്യദിനത്തെ ഭയപ്പെടുന്നവരാണ്. മൂന്നാമതായിട്ട് ഇങ്ങനെ ചേർത്ത് പറയുന്നുണ്ട്, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അവര് ഭക്ഷണം നൽകുമെന്നാണ്. അവർക്ക് സമ്പത്തിനോട് താല്പര്യമുണ്ട്, ഭക്ഷണത്തോട് താല്പര്യമുണ്ട്, എന്നാലും അവർ ഭക്ഷണം നൽകുന്നവരാണ്. എന്നിട്ടോ സമ്പൂർണമായ നിഷ്കളങ്കതയെ കുറിച്ച് ഇങ്ങനെ ചേർത്ത് പറയുകയാണ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഞങ്ങൾ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാണ് പ്രതീക്ഷിച്ചത്. ആളുകൾ ഞങ്ങളെ കൊണ്ട് നന്മ പറയണം എന്ന് കരുതിയിട്ടല്ല സ്വതക്ക കൊടുത്തത്, മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുത്തത് അവൻ നല്ല ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. അഞ്ചാമതായിട്ട് അവരുടെ ഗുണം ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്, അവര് റബ്ബിനെ ഭയപ്പെടുന്നു, പരലോകത്തെ അവര് ഭയപ്പെടുന്നുണ്ട്. എന്നിട്ടോ ഈ അബ്റാറുകളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചേർത്ത് പറയാണ് അവർക്ക് എന്താണ് ലഭിക്കാനിരിക്കുന്നതെന്ന്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ, അവർക്ക് പാനീയങ്ങളുണ്ട്. ചുട്ടുപൊള്ളുന്ന പാനീയം ആർക്കുണ്ട്? നരകത്തിൽ ഉൾപ്പെടുന്ന ലോലിമീങ്ങളായ ആളുകൾക്കുണ്ട്, അക്രമികാരികളായ ആളുകൾക്കുണ്ട്, ദുനിയാവിൽ തിന്മകൾ ചെയ്തവർക്കുണ്ട്. അത് മാത്രമല്ലല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവിടെ നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ എല്ലാ നിലക്കും നന്മകൾ പ്രവർത്തിക്കുന്ന, റബ്ബിനോടുള്ള കരാറുകൾ നിറവേറ്റുന്ന, ജീവിതത്തിലേക്ക് പുണ്യങ്ങളെ ചേർത്ത് നിർത്തുന്ന അബ്റാറുകളായിട്ടുള്ള ആളുകൾക്ക് യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, അവർക്ക് പാനീയം നൽകപ്പെടും സ്വർഗത്തിൽ, അതിന്റെ ചേരുവ കർപ്പൂരമായിരിക്കും എന്ന് വരെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. എന്നിട്ടോ വജസാഉം ബിമാ സബറു ജന്നതൻ വഹരീറ, അതാ അവര് ക്ഷമിച്ചതിന്റെ ഫലമായി സ്വർഗത്തോപ്പുകളും പട്ടുവസ്ത്രങ്ങളും അവർക്ക് നൽകുന്നു. പുരുഷന് പട്ട് ദുനിയാവിൽ ഹറാമ, പക്ഷെ സ്വർഗത്തിൽ അത് ഹലാലാക്കിയിട്ട് അള്ളാഹു നമുക്കത് തരുന്നാണ്. ആർക്ക്? അബ്റാറുകളാണെങ്കിൽ, നന്മകൾ ജീവിതത്തിലുള്ളവരാണെങ്കിൽ. അതേ സൂറത്തിൽ ചേർത്ത് പറയുന്നുണ്ട്, മുത്തഖീന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ, അവിടെ സോഫകളിൽ അവരിങ്ങനെ ചാരിയിരിക്കുന്നവരായിരിക്കും. അവർക്ക് വെയിലോ ഒരു കടും തണുപ്പോ അവരെ ബാധിക്കുകയില്ല, ഒരു പ്രയാസവും അവർക്കുണ്ടാവില്ല. അവരേറ്റവും ആസ്വാദകരമായ രൂപത്തിൽ അവരിങ്ങനെ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. പ്രിയപ്പെട്ടവർ, ഇന്ന് വീട്ടിൽ ചെന്നിട്ടേ ഈ സൂറത്ത് നമ്മളൊന്ന് എടുത്ത് ഓതി വായിച്ചു നോക്കണം, അർത്ഥസഹിതം. അതിലിങ്ങനെ സ്വർഗത്തിൽ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ എണ്ണി ഇങ്ങനെ പറയുന്നുണ്ട്. മനുഷ്യൻ ഉണ്ടായി, ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടായി, അവന് നേർമാർഗം കാണിച്ചു കൊടുത്തു. ആ നേർമാർഗം സ്വീകരിച്ചാൽ അവന് ലഭിക്കുന്നത് സ്വർഗീയ പൂന്തോപ്പുകളിലെ ഇന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഓരോന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിലൊരു ചൂട് വന്ന് ഭവിക്കുമ്പോൾ ആ ചൂട്, ദുനിയാവിൽ എത്ര ചൂടുണ്ടെങ്കിലും എനിക്ക് അത് സഹിക്കാൻ പറ്റും, അതിനെ പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട്. പക്ഷേ പരലോകത്ത് ചൂടെങ്ങാനും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ, പരലോകത്തെ നഷ്ടക്കാരിൽ ഞാൻ ഉൾപ്പെട്ടാൽ അവിടെ നിന്ന് എനിക്കൊരു രക്ഷയുമില്ല എന്ന ചിന്തയാണ് വേനൽ ചൂടിലെ ഓരോ തരിയും നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്. ആ നരകാഗ്നിയെ പ്രതിരോധിക്കാൻ, പരലോകത്ത് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കാൻ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന, എന്തു നന്മയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യം ഉണ്ടാകണം. അന്ന് ആ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുമ്പോ, അന്ന് യുദ്ധത്തിന് പുറപ്പെടേണ്ടതില്ല, പ്രവാചകനെ ധിക്കരിച്ച ആളുകളുണ്ട്, മുനാഫിക്കുകളായ ആളുകളുണ്ട്. അന്ന് മദീനയിൽ ഈന്തപ്പഴം പഴുക്കുന്ന കാലമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു പോയാൽ ആ ഈന്തപ്പഴങ്ങൾ ഞങ്ങൾക്ക് കിട്ടില്ല എന്ന കാരണത്താൽ മദീനയിൽ ഇരുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നാറു ജഹന്നമ അശദ്ദു ഹർറാന, ഈ ദുനിയാവിലെ ചൂടൊന്നും അല്ല കേട്ടോ, നരകത്തിലെ ചൂട് ദുനിയാവിലെ ചൂടിനേക്കാൾ കഠിനമാണ് കേട്ടോ നരകത്തിലെ ചൂട് എന്ന് അന്നത്തെ മുനാഫിക്കുകളോട് മാത്രം പറഞ്ഞതല്ല കൂട്ടരെ, നമ്മളോടും കൂടി സംസാരിച്ചിട്ടുണ്ട്.
ജീവിതത്തിലെ പച്ചപ്പകിട്ടുകളിൽ ഇസ്ലാമിനെ മറന്ന്, ദീനിനെ മറന്ന്, സുന്നത്തിനെ ഒഴിവാക്കി, ഖുർആനിനെ മറന്നു കളഞ്ഞ് തിന്മയുടെ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ ആയത്തിങ്ങനെ പ്രിയപ്പെട്ടവരെ കടന്നു വരേണ്ടതുണ്ട്. ഈ ദുനിയാവിലെ ചൂടിനേക്കാൾ വലിയ ചൂട് പരലോകത്തുണ്ട് എന്നൊരു ഓർമ്മ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഓരോ വേനൽക്കാലവും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന പാഠം അതാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 കൂട്ടം ആളുകൾക്ക് അവന്റെ അർശിന്റെ തണലിട്ട് നൽകും. വേറെ ആർക്കും കിട്ടൂല. 7 കൂട്ടം ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടും. ആ തണലിനെ കുറിച്ച് 7 കൂട്ടം ആളുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ചൂടെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് പരലോകത്തെ കുറിച്ചുള്ള, അത് നരകത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നരകത്തിലെ ഫൈഹി ജഹന്നം ആണ് ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂട് എന്ന് ഹദീസുകളിൽ സംസാരിച്ചിട്ടുണ്ട്. നരകച്ചൂടിന്റെ ഒരു ഭാഗമാണ്, അംശമാണ് ദുനിയാവിലെ ചൂടെന്ന് വരെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നരകം നമുക്ക് വേണ്ട, സ്വർഗമാണ് നമുക്ക് വേണ്ടത്. ആ സ്വർഗത്തിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതിനുള്ള തൗഫീക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.